ഒന്നും ഇതിനകത്തില്ല. ഇതൊരു 17-18 ആ ഒരു 2017-18 കാലഘട്ടത്തിലായിരുന്നെങ്കിൽ പടം കുറെ കൂടെ അങ്ങ് വർക്കൗട്ട് ആയനായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, കൊള്ളാം. ലൈക്ക് ഇപ്പം ലാസ്റ്റ് വിക്രം കൂലി അതുപോലത്തെ ഒന്നുമില്ല, എന്നാലും ഒരു ഓക്കെ. അല്ല, രണ്ടും ഏകദേശം ഒരേ കണക്കിനാണ് ബ്രോ. ജസ്റ്റ് ഒരു ഡീസൻറ്റ് വാച്ചാണ്, അതിന് മേലെ ഇല്ല. ഇത് ഇല്ല അങ്ങനെയൊന്നുമില്ല, കണ്ടിരിക്കാൻ നല്ലൊരു സിനിമയാണ്. അതിന് വല്ല വേറൊന്നുമില്ല. ഫാർ ബെറ്റർ. അയ്യോ, സിക്കന്ദറിനെ വെച്ചൊന്നും കമ്പയർ ചെയ്യല്ലേ. ആ മനുഷ്യൻ്റെ കരിയറിലെ ഏറ്റവും ദുരന്ത പടമാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നല്ലൊരു പടമാണ്. കൊള്ളാം. ലൈക്ക് ആക്ഷൻ വൈസ് നന്നായിട്ടുണ്ട്. പിന്നെ തുപ്പാക്കിയിലെ പോലെ തന്നെ സ്ക്രീൻ പ്ലേസ് കുറവാണ് ഇതിനകത്ത്. നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആക്ഷൻ. കൊള്ളാം. മദ്രാസി എന്ത് പറയാനാണ്, ഒരു നല്ലൊരു സ്റ്റാർഡമിൽ നിൽക്കുന്ന ഒരു ആക്ടറിനെ കൊണ്ടുവന്ന് നശിപ്പിച്ചതുള്ള അവസ്ഥയിൽ വേണം പറയാൻ. എയർബസ് ഫീൽഡ് ഔട്ടായി പോയിരുന്ന എയർ മുറിയാസ് തിരിച്ച് വന്നിട്ട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് നല്ല രീതിയിൽ വീണ്ടും ഫീൽഡ് ഔട്ടായി തിരിച്ചു പോയി. അത് തന്നെ പറയാനുള്ളത്. കാരണം സർക്കാരോടെ പോയ എയർ മുറിയാസാണ് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല, തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല. ഇനി നല്ലൊരു പടം വരുമായിരിക്കാം. പക്ഷേ നമ്മൾ എന്നും പറഞ്ഞ് ഇങ്ങനെയൊന്നും ഈ പരീക്ഷണങ്ങളൊന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടിരിക്കുന്ന പ്രേക്ഷകനെയും കൂടെ പ്രാന്തനാക്കുന്ന ലെവലിൽ അടി പടം ചെയ്ത് വെച്ചിരിക്കുന്നു. സിക്കന്ദർ വെച്ച് നോക്കുമ്പോൾ ഇതൊരു നല്ല സിനിമ തന്നെയാണ്. സിക്കന്ദർക്ക് വേസ്റ്റിലും വേസ്റ്റാണ്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സാധാ ടിപ്പിക്കൽ തമിഴ് പടങ്ങൾ, പിന്നെ അവിടെ വിജയ പടങ്ങളൊക്കെ ഹിറ്റാവുന്ന സ്ഥലമായതുകൊണ്ട് ഇതൊക്കെ അവിടെ ചിലപ്പോൾ കൊളുത്താൻ സാധ്യത ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു വഴിക്ക് കൊള്ളത്തില്ല പടം. നമുക്കെന്ത് ഓണത്തിന് കാണാൻ പറ്റിയ ഒരു സംതൃപ്തി ഇല്ലാത്തൊരു പടമാണ്. ലോകം തന്നെയാണ് ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ്. തൂക്കും, വേറെ ഒന്നും നോക്കുകയില്ല. തൂക്കി കഴിഞ്ഞാൽ ആൾറെഡി ഇനി ഇറങ്ങിയ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ പോസിറ്റീവ് വരുമെന്ന് വിചാരിച്ച്, പക്ഷേ ഇല്ല. ഇനി അത് മാത്രമേ ഉള്ളൂ. മുരുകാസിന് ആൾറെഡി നെഗറ്റീവാണ്, ഇനിയൊന്നും നോക്കാനില്ല. ശിവകാർത്തിനും പിന്നെ 2 പടം പൊട്ടിക്കഴിഞ്ഞാലും വലിയ വിഷയമില്ല. അടുത്ത പടം വന്ന് ശിവകാർത്തി കയറിപ്പോൾ, കാരണം ആ ഒരു സ്റ്റാറിന് ശിവകാർത്തിന് ഇപ്പോഴും ഉണ്ട്. ശിവകാർത്തി ഈ പടത്തിൽ മോശമല്ല, ശിവകാർത്തി സൂപ്പറാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ശിവകാർത്തി തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. പക്ഷേ ആ രീതി ശിവകാർത്തിന്മാർ വട്ടനാക്കി അങ്ങനെ ആ ഒരു റേഞ്ചിലൊക്കെ കൊണ്ടുവന്ന് ലവിന് വേണ്ടി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അതൊക്കെ നമുക്ക് എസ്കേ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഇതിൽ അക്സെപ്റ്റ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യണം. ടിപ്പിക്കൽ കഥയാണ്, തമിഴ് പടങ്ങളെല്ലാം അങ്ങനെയാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷേ കണ്ട് മറന്ന പടങ്ങൾ ജയിലർ ഒന്നുമില്ല. പക്ഷെ നമുക്കൊരു സംതൃപ്തി ഉണ്ടാ, അതിൻ്റെ പകുതിയിലൊന്നുമില്ല. കണ്ടിറങ്ങുമ്പോൾ നമുക്ക് ഒരു സംതൃപ്തി ഇല്ലാതെ എവിടെയാണ് എയർ ബ്രാസ് തന്നിരിക്കുന്നത്. ഞാൻ പറയുന്നില്ല, ഭയങ്കര മോശമായിപ്പോയി. ഇനി അടുത്ത എയർ ബ്രാസ് നല്ല പടം എന്തെങ്കിലും കൊണ്ടുവരുമായിരിക്കും. വിജയോടെ പോയി തീർന്നു.